ബാബറി മസ്ജിദ് തകർത്ത കേസിൽ ബിജെപിക്ക് വൻ തിരിച്ചടി. എൽ.കെ. അഡ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി എന്നിവരുൾപ്പെടെ 13 ബിജെപി നേതാക്കൾ വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി. കേസിൽ സുപ്രീം കോടതി ഗൂഢാലോചനാ കുറ്റം പുനഃസ്ഥാപിച്ചു. അദ്വാനിയെ ഒഴിവാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. 2 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. CBIയുടെ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിർണായക വിധി. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ 25 വർഷത്തോളം തീർപ്പാകാതിരുന്ന ബാബറി മസ്ജിദ് തകർക്കൽ കേസിൽ എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, കേന്ദ്രമന്ത്രി ഉമാഭാരതി തുടങ്ങിയ 13 ബിജെപി നേതാക്കൾക്കെതിരായ CBI കുറ്റപത്രം നിലനിൽക്കുമെന്നാണ് സുപ്രീം കോടതി വിധി. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിചാരണ കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ബിജെപി നേതാക്കളെ നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് CBI നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതി ഉത്തരവ്. ബിജെപി നേതാക്കൾക്കെതിരായ ഗൂഢാലോചന കേസ് റായ്ബറേലി കോടതിയും പള്ളി തകർത്ത അജ്ഞാതരായ കർഷകർക്കെതിരായ കേസ് ലക്നൌ കോടതിയുമാണ് പരിഗണിച്ചിരുന്നത്. ഇരു കേസുകളും ഏകീകൃതമായി ലക്നൌ കോടതിയിൽ വിചാരണ നടത്താമെന്നും സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കി. 2 വർഷത്തിനകം കേസിൽ തീർപ്പുണ്ടാകണമെന്ന് ജസ്റ്റിസ് രോഹിൻടൻ നരിമാൻ, PC ഘോഷ് എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. ഭരണഘടനാ പരിരക്ഷ പരിഗണിച്ച് കേസിൽ ഉൾപ്പെട്ട രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗിനെ നിലവിലെ വിചാരണ നടപടികളിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ ഗവർണർ കാലാവധി തീരുന്ന മുറയ്ക്ക് വിചാരണ നടപടികൾ കല്യാൺ സിംഗ് നേരിടേണ്ടി വരും. ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിച്ചതിനാൽ കേന്ദ്രമന്ത്രിസ്ഥാനം ഉമാഭാരതി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി പദത്തിലേക്ക് എൽ.കെ. അദ്വാനിയും ഉപരാഷ്ട്രപതി പദത്തിലേക്ക് മുരളി മനോഹർ ജോഷിയും താൽപര്യം ശക്തമാക്കിയിരുന്ന വേളയിൽ കൂടിയാണ് സുപ്രീം കോടതി വിധി. ഇരു നേതാക്കൾക്കും അതീതരായവരെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദി, അമിത്ഷാ ദയത്തിന് ശക്തി പകരുക സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി. മനുശങ്കർ, ദില്ലി. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് A.K. ആന്റണി. ഉമാഭാരതിയും കല്യാൺ സിംഗും രാജിവെക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. ഈ വിധി അതേപടി നടപ്പാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിൽ കേന്ദ്രമന്ത്രി ഉമാഭാരതി സ്ഥാനം രാജിവെക്കാൻ ഉടൻ തന്നെ തയ്യാറാകണം. അതോടൊപ്പം അന്ന് UP മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് ഗവർണർ സ്ഥാനം രാജിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബിജെപിക്കെതിരായ മതേതര പാർട്ടികളുടെ ഐക്യത്തിന്റെ ആവശ്യകത വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കെജ്രിവാളും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ബിജെപിയെ നേരിടാൻ കോൺഗ്രസ് ഇതര പാർട്ടികൾ ഒന്നിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാമെന്ന് കെജ്രിവാളും വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ താൽപര്യമുണ്ടെന്ന് കേജ്രിവാൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങിയത്. രാവിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലെത്തിയ കേജ്രിവാൾ അരമണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചർച്ചയിൽ പങ്കെടുത്തു. BJPയെ നേരിടാൻ കോൺഗ്രസിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ BJPയിലേക്ക് പോവുകയാണ്. മതേതര പാർട്ടികൾ ഒന്നിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. BJPയുടെ ആപത്തിനെ നേരിടുന്നതിന് കോൺഗ്രസിനെ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. ഇന്ന് നിങ്ങളെല്ലാവരും വാർത്ത കണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള പ്രധാനി തന്നെ BJPയിലേക്ക് ചേക്കേറി എന്നുള്ളത്. അപ്പോൾ അതാണ് നാട്ടിലെ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം. അപ്പോൾ മതനിരപേക്ഷ ശക്തികൾ നല്ല കരുത്തോടെ ഈ ആപത്തിനെ നേരിടുക എന്നതാണ് പ്രധാനം. കൂടിക്കാഴ്ചയെ പുതിയ തുടക്കമെന്ന് വിശേഷിപ്പിച്ച കേജ്രിവാൾ രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. വർഗീയതയ്ക്കെതിരെ യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേജ്രിവാളും അറിയിച്ചു. और पूरे देश के अंदर एक डर का माहौल पैदा कर दिया है. ये ठीक नहीं है. इसके लिए सब अच्छे लोगों को साथ आना पड़ेगा और मिलके इसको सामना करना. ഇത്തരം കൂടിക്കാഴ്ചകൾ തുടരുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ചർച്ചയുടെ സൗഹൃദം വ്യക്തമാക്കുന്നതായിരുന്നു. അല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൽ എന്തൊരു പുതിയ തുടക്കം. ഇനി അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും പോകാം. അത് ശരി. ദില്ലി സർക്കാരിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ നടപടികളും വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടും ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ ചർച്ച ചെയ്തു. നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ കേജ്രിവാൾ കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മതേതര മുന്നണികളുടെ ഐക്യനിര രൂപപ്പെടുന്നതിന്റെ ആവശ്യകതയാണ് ചർച്ചയിൽ ഉടനീളം ഉയർന്നത്. ദില്ലി കേരള ഹൗസിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. KM മാണിയുടെ UDF പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് KPCC പ്രസിഡന്റ് MM ഹസൻ. KM മാണിയെ UDFയിലേക്ക് ക്ഷണിച്ചിട്ടേയില്ലെന്ന് MM ഹസൻ വ്യക്തമാക്കി. KM മാണി വിഷയം UDFയിൽ ചർച്ച ചെയ്യുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും MM ഹസൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം KM മാണിയുടെ UDF മുന്നണി പ്രവേശനം സംബന്ധിച്ച് KPCC യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായ വിമർശനവും ശക്തമായ എതിർപ്പുമാണ് രേഖപ്പെടുത്തിയത്.
KM മാണി വിഷയത്തിൽ KPCC പ്രസിഡന്റ് MM ഹസന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇങ്ങനെ: മാണി സാറിനെ UDF നിന്ന് ഞങ്ങൾ ആരും പുറത്താക്കിയതല്ല. മാണി സാർ പുറത്തുപോയതാണ്. അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാദം. ഇന്ദിരാഭവനിൽ ചേർന്ന KPCC ഭാരവാഹികളുടെയും കോൺഗ്രസ് MLA-മാരുടെയും MP-മാരുടെയും യോഗത്തിന്റെ ആരംഭത്തിലാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ KM മാണി വിഷയം ചർച്ചയ്ക്കായി കൊണ്ടുവന്നത്. KM മാണിയെ ഇപ്പോൾ UDF-ലേക്ക് ക്ഷണിച്ച KPCC പ്രസിഡന്റ് നിലപാടിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. എന്തിനാണ് KM മാണിയെ ഇനിയും UDF-ലേക്ക് കൊണ്ടുവരുന്നത്? കോൺഗ്രസിനെ അധിക്ഷേപിക്കുകയും നേതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്ത KM മാണിയെ UDF-ലേക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നും എ ഗ്രൂപ്പ് നേതാവായ PT തോമസ് MLA പറഞ്ഞു. PT തോമസിന്റേതിന് സമാനമായ നിലപാട് തന്നെയാണ് ജോസഫ് വാഴക്കൻ, MM ജേക്കബ്, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും യോഗത്തിൽ മൗനം ഭജിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മൗന അനുവാദത്തോടെയായിരുന്നു മാണി വിഷയത്തിലെ ഐ ഗ്രൂപ്പ് നേതാക്കളുടെ രൂക്ഷ വിമർശനവും എതിർപ്പും. ഇതിനെ തുടർന്നാണ് MM ഹസൻ മലക്കം പറഞ്ഞത്. ക്ഷണിച്ചിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. കേരള കോൺഗ്രസിന് മലപ്പുറം തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞുവെന്നത് മാണിയുടെ മാത്രം അവകാശവാദമാണ്. മലപ്പുറത്ത് ലഭിച്ച വോട്ടുകൾ UDF-നാണെന്നും ഹസൻ പറഞ്ഞു. കോൺഗ്രസ് സംഘടനാ വിഷയങ്ങളും KPCC യോഗത്തിൽ ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണിയെ കോൺഗ്രസ് അഭയാർത്ഥിയാക്കി മാറ്റിയെന്ന് PC ജോർജ്. കോൺഗ്രസ് നേതാക്കൾ KM മാണിയെ കളിപ്പിക്കുകയാണ്. എലിയെ കാണിച്ച് പൂച്ചയെ കളിപ്പിക്കുന്നത് പോലെ കോൺഗ്രസ് മാണിയെ കളിപ്പിക്കുന്നു. മാണി ഉള്ള അന്തസ്സ് നിലനിർത്തണമെന്നും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ ഒരു അഭയാർത്ഥിയാക്കി മാറ്റിയ കോൺഗ്രസിൻ്റെയും MM ഹസൻ്റെയും പ്രവർത്തനങ്ങളിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. KM മാണി വെറുതെ മോഹിപ്പിച്ച് ഈ വയസ്സനാം കാലത്ത് അദ്ദേഹം അപമാനിക്കുന്നത് നിർത്താനുള്ള മര്യാദ കോൺഗ്രസ് പാർട്ടി കാണിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. അതുകൊണ്ട് മാണി ഇങ്ങനെ തറ പരിപാടി നിർത്തിയാൽ അദ്ദേഹത്തിന് ഉള്ള അന്തസ്സ് ഈ അവസാന കാലത്ത് സംരക്ഷിക്കപ്പെടുന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ അദ്ദേഹത്തോട് പറയാനുള്ളത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ വൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ BJP കേരള നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചു. നാളെ രാവിലെ തന്നെ ദില്ലിയിലേക്ക് എത്താനാണ് അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രചരണം ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വൻ തിരിച്ചടിയുണ്ടായെന്ന് കോർ കമ്മിറ്റി യോഗവും വിമർശിച്ചിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഏകോപിപ്പിക്കുന്നതിലും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിലും സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിലെ വിമർശനം. ഇതിന് പിന്നാലെയാണ് നേതാക്കളെ അമിത്ഷാ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലും മണിപ്പൂരിലും സംഭവിച്ച അത്ഭുതം വോട്ടിംഗ് ശതമാന വർധനവിലൂടെ മലപ്പുറത്ത് സൃഷ്ടിക്കുമെന്നും 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടുമെന്നുമായിരുന്നു BJP സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ വൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്ന പുതിയ വോട്ടർമാരെ പോലും സ്വാധീനിക്കാനായിട്ടില്ലെന്നാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. ന്യൂനപക്ഷ വിരുദ്ധ കേന്ദ്ര സർക്കാർ എന്ന പ്രതിപക്ഷ പ്രചാരണം പ്രതിരോധിക്കാൻ BJP സംസ്ഥാന നേതൃത്വത്തിനായില്ലെന്നും കേന്ദ്രം കരുതുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ദേശീയ പ്രതിനിധികളും സമാന നിലപാടാണ് ചൂണ്ടിക്കാട്ടിയത്. കുമ്മനത്തിനെതിരെ നേതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, PK കൃഷ്ണദാസ്, സംഘടനാ ജനറൽ സെക്രട്ടറി തുടങ്ങിയവരെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടുമെന്ന പ്രഖ്യാപനത്തിനിടയിലും മലപ്പുറത്തെ വൻ തോൽവി BJP പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP സംസ്ഥാന സമിതി യോഗത്തിലും നേതൃത്വത്തിനെതിരെ വിമർശനം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച തിരിച്ചടിയായെന്നൊരു വിഭാഗം. മലപ്പുറത്തേത് വലിയ പരാജയമല്ലെന്ന് ആവർത്തിച്ച് കുമ്മനം. വർഗീയതയുടെ വിജയമെന്ന് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം BJP സംസ്ഥാന സമിതി യോഗത്തിലും ഉയർന്നു. പാർട്ടി വോട്ടുകൾക്കപ്പുറം വോട്ട് സമാഹരിക്കാൻ കഴിയാത്തത് നേതൃത്വത്തിന്റെ പരാജയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞത് ഗൗരവമായി കാണണം. വരാനിരിക്കുന്ന വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ വീഴ്ച ആവർത്തിക്കരുതെന്നും അഭിപ്രായമുയർന്നു. അതേസമയം മലപ്പുറത്ത് വലിയ പരാജയമല്ല സംഭവിച്ചതെന്ന് കുമ്മനം സംസ്ഥാന സമിതിയിലും ആവർത്തിച്ചു. പാർട്ടിയുടെ അടിത്തറ തകരാതെ ബലപ്പെടുത്താനായെന്നും കുമ്മനം അവകാശപ്പെട്ടു. UDF-ന്റേത് രാഷ്ട്രീയ വിജയമല്ലെന്നാണ് BJP വിലയിരുത്തൽ. മതേതര വിജയമല്ല, മറിച്ച് വർഗീയതയുടെ വിജയമാണുണ്ടായതെന്ന് സംസ്ഥാന സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് K. സുരേന്ദ്രൻ പറഞ്ഞു. സ്വന്തമായിട്ട് പേരുച്ചരിക്കാൻ പോലും കഴിയാത്ത വർഗീയ കക്ഷികളെ കൂടെ ഇരുത്തി അവരുടെ വോട്ട് പെട്ടിയിലാക്കിയതിന് ശേഷം ഇത് വലിയ മതേതരത്വത്തിന്റെ വിജയമാണ്. ഈ അവകാശവാദം വസ്തുതയുമായിട്ട് നിരക്കുന്നതല്ല, വർഗീയതയുടെ വിജയമാണ്. തൽക്കാലം 4 വോട്ട് കിട്ടി പാർലമെന്റിൽ ജയിച്ചെങ്കിലും വിദൂര ഭാവിയിൽ കേരളത്തിൽ വലിയ ദോഷം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ NDA വിപുലീകരിക്കാനും BJP സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. BDJS-ഉമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സമിതി യോഗത്തിലും വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാർത്തകളിലേക്ക്. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജനും PK ശ്രീമതിക്കും പാർട്ടിയുടെ താക്കീത്. ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇരുവർക്കും താക്കീത് നൽകിയത്. ബന്ധുനിയമനത്തിൽ PK ശ്രീമതിയും EP ജയരാജനും ജാഗ്രതക്കുറവ് കാട്ടിയതായി കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. ഇരുവരും വീഴ്ച സമ്മതിച്ചതായി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് ജനറൽ സെക്രട്ടറി സിദ്ധാറാം യെച്ചൂരി പറഞ്ഞു. The two comrades, very senior comrades, big senior leaders of our party, Comrade EP Jayarajan and Comrade Srimati, have both also given their explanations where they express their regret at what all that has happened. So, the Central Committee, on the basis of the Kerala State Committee's report and these letters by both these comrades, had decided to warn both these comrades. So, the warning has been issued by the Central Committee. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ബന്ധുനിയമന വിവാദം വിശദമായി ചർച്ച ചെയ്തു. വീഴ്ചയിൽ ഇരുവരും ഖേദം പ്രകടിപ്പിച്ചു. വിഷയത്തിൽ സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ടും പരിശോധിച്ച ശേഷമാണ് അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ CPIM തീരുമാനിച്ചതെന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. We have discussed this issue of the appointments of certain people to the public sector institutions and boards in Kerala in the last Central Committee meeting that was held in Thiruvananthapuram. We had announced saying that at the next Central Committee meeting, after getting a report from the Kerala State Committee, we shall take a decision on this matter. The reports have come. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപക പ്രക്ഷോഭത്തിനും കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തു. BJPയുടെ വർഗീയവൽക്കരണത്തിനെതിരെ വർഗീയ വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഭക്ഷ്യസുരക്ഷയെ നോക്കുകുത്തിയാക്കി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ പോലും നൽകുന്നില്ലെന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടി. പൊതുമേഖലാ സ്ഥാപനത്തിൽ നടത്തിയ നിയമനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. ബന്ധുനിയമന വിവാദത്തിൽ PK ശ്രീമതിയുടെയും EP ജയരാജന്റെയും വിശദീകരണം തേടിയ ശേഷമാണ് അച്ചടക്ക നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം കടന്നത്. AKG ഭവനിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. രാജ്യത്ത് ചുവന്ന ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നതിന് നിരോധനം. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ ആർക്കും ഇനി ചുവന്ന ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനമെടുത്തത്. മെയ് 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. ആംബുലൻസ്, അഗ്നിശമന സേന, പോലീസ് വാഹനങ്ങൾ എന്നിവയ്ക്ക് നീല ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിലുണ്ട്. AIADMKയിൽ ശശികല പക്ഷത്തിന് കീഴടങ്ങൽ. ശശികലയുമായി ജയിലിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് TTV ദിനകരൻ അറിയിച്ചു. തങ്ങളുടെ പക്ഷത്ത് 8 MLAമാർ മാത്രമേയുള്ളൂ എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് TTV ദിനകരന്റെ പിന്മാറ്റം. ഇന്ന് വൈകിട്ട് ചേർന്ന പാർട്ടി MLAമാരുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും യോഗം റദ്ദാക്കിയതായും ദിനകരൻ അറിയിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈക്കൂലി നൽകാൻ ശ്രമിച്ച കേസിൽ ദിനകരനെതിരെ ദില്ലി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അണ്ണാഡിഎംകെയിൽ ശശികല വിഭാഗത്തിന് അന്ത്യമാവുകയാണ്. രാവിലെ 20 MLAമാരുടെ പിന്തുണ അവകാശപ്പെട്ട് പാർട്ടി ജില്ലാ ഭാരവാഹികളുടെയും നേതാക്കളുടെയും യോഗം വിളിച്ച ദിനകരൻ ഒടുവിൽ വെറും 8 MLAമാർ മാത്രമാണ് തന്നോടൊപ്പമുള്ളതെന്ന് മനസ്സിലാക്കി യോഗം റദ്ദാക്കുകയായിരുന്നു. സഹോദരങ്ങളോട് യുദ്ധം ചെയ്യാൻ താൽപര്യമില്ല എന്നായിരുന്നു തോൽവി മുന്നിൽ കണ്ട ദിനകരന്റെ താത്വിക അവലോകനം. പാർട്ടിക്കെതിരായി താൻ ഒന്നും ചെയ്യില്ലെന്നും ദിനകരൻ വ്യക്തമാക്കി. That I don't know. Whatever may be the decision, if it is good for the party, I will also cooperate. If it is good for the government, I will cooperate. That's all. I don't want to say more. Yeah, I have no regrets because I don't have any expectations. So I don't have any disappointment. എന്നാൽ പനീർശെൽവത്തിന്റെ കടുത്ത നിലപാടിന് മുന്നിൽ മുട്ടുമടക്കാതെ വേറെ മാർഗമില്ല എന്നതായിരുന്നു TTV ദിനകരന്റെ അവസ്ഥ. ഇന്നലെ ചേർന്ന നിർണായക യോഗത്തിൽ ദിനകരനെയും ശശികലയെയും പുറത്താക്കാനുള്ള നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി പളനിസാമിയും മറ്റു മന്ത്രിമാരും എത്തിയത് പനീർശെൽവത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ജനവികാരം പനീർശെൽവത്തിനൊപ്പമാണെന്ന് മനസ്സിലാക്കിയ പളനിസാമി മറ്റു മാർഗങ്ങളില്ലാതെ ഇരുവരെയും പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, ദിനകരനെ പിന്തുണയ്ക്കുന്ന MLAമാർ ശശികല പക്ഷത്ത് എത്ര കാലം ഉറച്ചു നിൽക്കുമെന്നതിലും അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കാൻ കോഴ നൽകിയ കേസ് കൂടി മുറുകുന്നതോടെ കൈവിട്ട് കളിക്കാനും ദിനകരന് കഴിയില്ല. ഇനിയിപ്പോൾ ശശികലയും കൂട്ടി അണ്ണാഡിഎംകെയ്ക്ക് പുറത്തേക്ക് പോവുക എന്നത് മാത്രമാണ് ദിനകരന്റെ മുമ്പിലുള്ള പോംവഴി. നാളെ ബംഗളൂരുവിലെത്തി ശശികലയെ കണ്ട ശേഷം പാർട്ടി പദവി രാജിവെക്കുന്ന കാര്യത്തിൽ ദിനകരൻ തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക്. AVTയുമായുള്ള കേസിൽ സർക്കാർ അഭിഭാഷകന് വീഴ്ച പറ്റിയെങ്കിൽ
നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഹാരിസൺ തോട്ടങ്ങൾ ഏറ്റെടുക്കാനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാറിലെ നിലവിലെ പ്രശ്നങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായി കാണരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗവൺമെൻറ് പ്ലീഡർമാർ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള കേസുകളിൽ അശ്രദ്ധ കാണിക്കുകയോ കോടതിയിൽ കേസ് വരുമ്പോൾ ഹാജരാകാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേസിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. തീർച്ചയായും അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഒരു നിയമനിർമ്മാണം വേണമെന്നതാണ് അതിൻ്റെ അന്തസത്ത. അപ്പോൾ ആ നിയമനിർമ്മാണത്തിനുള്ള സാധ്യത നമ്മൾ ആരായുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കയ്യേറ്റക്കാരായ വലിയ ഒരു ലോബി അവിടെ, ഒരു മാഫിയ വലിയ സംഘം തന്നെ, അവർ നാട് മുടിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇടുക്കിയിലുള്ള സംഭവങ്ങളിൽ വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന വിഷയമല്ല. യഥാർത്ഥ കയ്യേറ്റക്കാരായ ആളുകൾ ആ കയ്യേറ്റത്തെ അവരെ തടയുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് മാറാതിരിക്കണം. അതിന് നമ്മൾ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ പ്രസ്താവനയെ ചിലർ വളച്ചൊടിച്ചെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് താൻ പറഞ്ഞത്. ലീഗിന്റെ മതേതര കാപട്യത്തെ തുറന്നുകാട്ടാനാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. മലപ്പുറത്തെ പരാജയത്തെ സംബന്ധിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ മുസ്ലിം ലീഗ് സമർത്ഥമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം ഞാൻ പറയുകയാണുണ്ടായത്. ലീഗിൻ്റെ മതേതര കാപട്യത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലീഗ് എപ്പോഴും അവകാശപ്പെടാറുള്ളത് തങ്ങളൊരു മതേതര പാർട്ടിയാണെന്നുള്ളതാണ്. പക്ഷേ മലപ്പുറത്തെങ്കിലും പ്രവർത്തനത്തിന് പോയ നമുക്ക് കാണാൻ സാധിച്ചു, മതേതര നിലപാട് സമ്പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ ലീഗ് നടത്തുന്നതായിട്ടുള്ള കള്ളക്കളികൾ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയും മതേതര നിലപാടിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചു. ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KP താഹിർ അഴിമതി ആരോപണത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ലീഗ് നേതൃത്വം സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി. കടുത്ത വരൾച്ച നേരിടുന്ന കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ള വിതരണവുമായി ജില്ലാ ഭരണകൂടം. പ്രതിദിനം 2 ലക്ഷത്തിലധികം ലിറ്റർ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത്. കാർഷിക മേഖല പൂർണ്ണമായും വരൾച്ച നേരിടുമ്പോഴും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച് മാതൃകയാവുകയാണ് ജില്ലാ ഭരണകൂടം. KSRTCയുടെ പുനരുദ്ധാരണത്തിനായുള്ള സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ അനുകൂലിച്ചും എതിർത്തും ജീവനക്കാരുടെ സംഘടനകൾ. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് ഇടതുപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് നടപ്പാക്കിയാൽ KSRTC തകരുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ സംഘടനകൾ.